ആദ്യമായിട്ട് തന്നെ നമുക്ക് OBS Studio ഓപ്പൺ ചെയ്യാം. OBS Studioയുടെ കൂടുതൽ വിവരണങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. നമുക്ക് സ്റ്റുഡിയോ മോഡ് ഓൺ ആക്കാം. അതിനുശേഷം പ്രിവ്യൂ വിൻഡോയിൽ നമ്മുടെ ക്യാമറയിൽ നിന്ന് വരുന്ന ഔട്ട് ക്യാപ്ചർ കാർഡ് വഴി അല്ലെങ്കിൽ സ്വിച്ചറിൽ നിന്ന് വരുന്ന ഔട്ട് ക്യാപ്ചർ കാർഡ് വഴി നമ്മുടെ പ്രിവ്യൂ വിൻഡോയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് സീൻ 1 സെലക്ട് ചെയ്തതിന് ശേഷം സോഴ്സസിൽ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. അതിൽ വീഡിയോ ക്യാപ്ചർ ഡിവൈസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. നമ്മൾ കണക്ട് ചെയ്ത ക്യാമറയുടെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കിട്ടും. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ക്യാമറയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് മാനുവലായിട്ടും സെറ്റിങ്സ് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അവിടെ ഓക്കെ കൊടുക്കുക. അത് കഴിയുമ്പോൾ ഈ ഒരു സ്ക്രീന് നമുക്ക് എൻലാർജ് ചെയ്ത് സ്ക്രീൻ ഫിറ്റ് ചെയ്ത് വെക്കണം. ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പ്രീസെറ്റായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുന്ന ലൈവ് സ്ട്രീമിങ്ങിൻ്റെ ഈവൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഇമേജ് ഫയൽ നമ്മളിവിടെ കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ പ്ലസ് ഐക്കൺ വീണ്ടും സെലക്ട് ചെയ്യുക, ഇമേജ്. നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നും ആ ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോഴേക്കും പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജ് നമുക്കിവിടെ ആഡായി കിട്ടും. വേറെ മറ്റ് ടൈറ്റിൽസൊക്കെ ആഡ് ചെയ്യണമെങ്കിലും നമുക്കിവിടെ പ്ലസ് ഐക്കൺ കൊടുത്ത് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രിവ്യൂ വിൻഡോയിൽ നമുക്ക് ക്യാമറയുടെ ഔട്ടും ഡീറ്റെയിൽസും ഒക്കെയും നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ട്രാൻസിഷൻ കൊടുത്ത് അത് പ്രോഗ്രാം വിൻഡോയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ട്രാൻസിഷൻ കൊടുത്ത പ്രോഗ്രാം വിൻഡോയിൽ നമ്മുടെ വീഡിയോ ഔട്ട് വന്നതിന് ശേഷം ഓഡിയോ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏത് ഡിവൈസിൽ നിന്നാണോ നമുക്ക് ഓഡിയോ റിസീവ് ചെയ്യുന്നത് ആ ഡിവൈസ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോ ക്യാപ്ചർ ഡിവൈസിൽ നിന്നും ഓഡിയോ ലഭ്യമാണെങ്കിൽ ഈ സ്പീക്കർ ഐക്കൺ ഓണാക്കി കൊടുക്കാം. അതല്ല നമ്മൾ മിക്സറിൽ നിന്നോ ക്യാമറയിൽ നിന്നോ ആണ് ഓഡിയോ ഔട്ട് ലാപ്ടോപ്പിലേക്ക് എടുക്കുന്നതെങ്കിൽ മൈക്ക് ഓർ ഓക്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഇവിടെ കിട്ടും. അതിനുശേഷം നമ്മൾ ലൈവ് സ്ട്രീമിങ്ങിൻ്റെ സെറ്റിങ്സ് നേരത്തെ തന്നെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൺട്രോൾസിൽ സെറ്റിങ്സിൽ പോയി ജനറൽ സെറ്റിങ്സ് എല്ലാം ഓക്കെ ആണ് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രീമിങ്ങിലേക്ക് പോവുക. സ്ട്രീമിങ്ങിൽ ഇവിടെ സർവീസ് എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. സർവീസ് നമുക്ക് യൂട്യൂബ്, ട്വിച്ച്, ഫേസ്ബുക്ക്, റീസ്ട്രീം, ട്വിറ്റർ തുടങ്ങിയ സർവീസുകളൊക്കെയും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സർവീസ് ഏതാണോ അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ യൂട്യൂബാണ് ഉദാഹരണമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സ്ട്രീം കീ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഈ സ്ട്രീം കീ നമുക്ക് യൂട്യൂബിൻ്റെ നമ്മളുടെ ചാനലിൽ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നേ ഔട്ട്പുട്ട് സെലക്ട് ചെയ്തിട്ട് സ്ട്രീമിങ്ങിൻ്റെ വീഡിയോ ബിട്രേറ്റ്, ഓഡിയോ ബിട്രേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും നമുക്കിവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വീഡിയോ ബിട്രേറ്റ് ഒരു 7000 kbps ആണെന്ന് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓഡിയോ ബിട്രേറ്റ് 320. അതിനുശേഷം നമ്മൾ വീണ്ടും സ്ട്രീം കീ ഓപ്ഷനിലേക്ക് പോവുക. സ്ട്രീം കീ കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ നേരെ ബ്രൗസറിൽ പോയി നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാണുന്ന ടോപ്പിൽ കാണുന്ന ക്രിയേറ്റ് വീഡിയോ പ്ലസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗോ ലൈവ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ, നമ്മുടെ ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് നമ്മുടെ സ്ട്രീമിംഗ് ഡീറ്റെയിൽസ് എല്ലാം ആദ്യം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവൻറ്റിൻ്റെ പേര് ഇവിടെ സെറ്റ് ചെയ്യണം. അതിൻ്റെ വ്യൂ സ്റ്റാറ്റസ് ഇവിടെ സെറ്റ് ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യണം. എന്നിട്ട് തംബ്നെയിൽ ഇമേജ് ഇവിടെ സെറ്റ് ചെയ്യണം. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ യൂട്യൂബിൻ്റെ സ്ട്രീം കീ ഓപ്ഷൻ നമുക്കിവിടെ ലഭ്യമാകും. ഇതിൽ നിന്നും സ്ട്രീം കീ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ ഇവിടെയായിട്ട് ഹൈഡായി കിടക്കുന്ന കുറച്ച് ലെറ്റേഴ്സ് നമുക്ക് കാണാം. അത് നമുക്കിവിടെ നിന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് നേരെ OBSൽ പോയി അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുക്കുക. സെർവർ ഡീറ്റെയിൽസും സ്ട്രീം കീയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം വിൻഡോയിൽ കാണുന്ന ഈ ഒരു ഔട്ടാണ് നമുക്ക് സ്ട്രീം ചെയ്യേണ്ടതായിട്ടുള്ളത്. അത് ചെക്ക് ചെയ്തതിന് ശേഷം ഓഡിയോയും വീഡിയോയും ചെക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് സ്ട്രീമിംഗ് കൊടുക്കുക. അപ്പോൾ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മുടെ ബ്രൗസറിലേക്ക് പോകുമ്പോൾ
ഈ വിൻഡോയിൽ നമ്മുടെ വീഡിയോ കണക്റ്റ് ആയിട്ട് വരും. ലൈവ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രീം സെറ്റിംഗ്സ് എല്ലാം തന്നെ നമുക്കിവിടെ ചെക്ക് ചെയ്യാം. നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ സ്റ്റാറ്റസ് ഇവിടെ ഒരു ഗ്രീൻ മാർക്കിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വീണ്ടും റീ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ OBS വഴി ലൈവ് സ്ട്രീമിംഗ് പ്രൊഫഷണലി ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്ട്രീമിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്കിവിടെ എൻഡ് സ്ട്രീം എന്നൊരു ഓപ്ഷനുണ്ട്. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ട്രീം എൻഡിങ്ങിന് വേണ്ടി നമുക്ക് ഒരു സജഷൻ ബോക്സ് ചോദിക്കും. എൻഡ് കൊടുക്കുക. നമ്മുടെ സ്ട്രീമിംഗ് ഫിനിഷ് ആയതായിട്ടൊരു ഡയലോഗ് ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ OBSലേക്ക് പോവുക. ഇവിടെയും സ്ട്രീമിംഗ് സ്റ്റോപ്പ് ചെയ്യുക. വീണ്ടും നമുക്ക് വേറൊരു പേജിലേക്ക് സ്ട്രീമിംഗ് കൊടുക്കണമെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ഫേസ്ബുക്കിലാണെങ്കിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് സ്ട്രീം കൊടുത്ത് നമുക്ക് ലൈവ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഗ്രീൻ ഐക്കൺ കാണുമ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ് ഏറ്റവും എക്സലൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാനിവിടെ 7000 5000 ബിലോ. ഇപ്പോൾ നമുക്ക് റെഡ് ഓറഞ്ച് കളറിലൊക്കെയും നമുക്കിവിടെ ഒരു ചേഞ്ചസ് വന്നതായിട്ട് കണ്ടു. അതിൻ്റെ അർത്ഥം ഇൻ്റർനെറ്റ് സ്പീഡ് വേരിയേഷൻ വന്നു എന്നാണ്. ഞാനെടുത്ത് 7000 ആണ് ഇവിടെ ബിറ്റ് കൊടുത്തിട്ടുള്ളത്. kbps അത് 7000 എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. ഇൻ്റർനെറ്റ് സ്റ്റാറ്റസ് നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി, അതായത് 7000 എന്ന് പറയുമ്പോൾ അതിൽ നിന്നും 5000ലേക്കോ 4000ലേക്കോ മാറ്റാം. അതിനനുസരിച്ച് വീഡിയോ ക്വാളിറ്റി കുറവായിട്ടായിരിക്കും സ്ട്രീം പോകുന്നത്. അപ്പോൾ ഇതാണ് OBS വഴി ഏറ്റവും ഈസി ആയിട്ട് പ്രൊഫഷണലി ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മാനുവലി നമ്മുടെ ഒരു ട്രയലായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് ലാപ്ടോപ്പിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് സ്പീഡ് ഏറ്റവും ബെസ്റ്റ് ആയിരുന്നാൽ മാത്രമേ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ്റർനെറ്റ് സ്പീഡിൻ്റെ സ്റ്റാറ്റസ് ഒക്കെയും തന്നെ നമ്മൾ നേരത്തെ തന്നെ പ്രീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ താങ്ക് യു.